അതിപരിശുദ്ധമായ നാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവമക്കളോട് കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവിനാഥന്മാർ പാസ്റ്റർ സെന്റ് ജോസഫ് ഇവിടെ സന്നിഹിതനല്ല എങ്കിലും അദ്ദേഹത്തെ സ്മരിക്കുന്നു. തന്റെ കുടുംബം ദൈവദാസനെ കുറിച്ച് ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ഹൃദയത്താണെന്ന ദൈവത്തെ വെളിപ്പെടുത്തി അനുഗ്രഹീതനായ ഒരു ദൈവദാസനെയാണ് ഈ സമയത്ത് ദൈവം നൽകിയിരിക്കുന്നത്. അകത്ത് കിടക്കുന്ന അനേക കല്ലുകളെ താൻ എടുത്ത് ഭിത്തിയോട് ചേർത്ത് വെക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുണ്ടായി. എന്തൊരു ദൈവത്തെ സ്തുതിക്കുന്നതായില്ലേ. ആലയം പണിയുവാൻ മഹത്വനായ ശുശ്രൂഷയുടെ ഭാഗം വഹിക്കുവാൻ കർത്താവിന്റെ ദാസനെ തന്റെ കുടുംബത്തിന് ദൈവം നൽകിയിരിക്കുന്നതായ ഹൃദയശാന്തിക്കും ദർശനത്തിനുമായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരന്മാർ പലരും എനിക്ക് പരിചയമുള്ളവരുണ്ട്. ബ്രദർ റോയി അവരുടെ കുടുംബം, ബ്രദർ ജോൺസൺ, ബ്രദർ എബ്രഹാം അവരുടെ കുടുംബം, ഞങ്ങളുടെ പത്തനാപുരം സ്വദേശി പെൺകുട്ടി ഇവിടെയില്ലെങ്കിലും തന്റെ കുടുംബം ഇവിടെയുണ്ട്. പരിസരായ എല്ലാ ദൈവമക്കളെയും ഓർത്ത് അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് കൂട്ടായ്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. ഉണ്ടെന്നെങ്ങനെയറിയാം നാം അവന് സാന്നിധ്യം അനുഭവിക്കുന്നു. സാന്നിധ്യം അനുഭവിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നീണ്ട വർഷങ്ങൾ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവരിൽ ഒരുവരാണ് ഞാൻ. ബഹുമാനെ ഞാൻ ദൂഷന്റെ വാർത്ത ചോദിച്ചു, എന്നാൽ എവിടെയാണ് അവസാനപ്പെട്ട ശുശ്രൂഷിച്ചത്? അതോഷങ്ങളിൽ നെല്ലുകളുടെ സ്ഥലത്താണ് ഞങ്ങൾ അവസാനമായി ശുശ്രൂഷിച്ചത്. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അനേക കഷ്ടങ്ങൾ കൂടി പ്രയാസങ്ങൾ കൂടി കടന്നുപോയി. എങ്കിലും ദൈവം താങ്ങി ശരീരത്തിൽ ആരോഗ്യത്തെ കഥാവിന് വേണ്ടി ബലികരിച്ചുകൊണ്ട് വിവിധ നിലകളിൽ ഓടുവാൻ പ്രവർത്തിപ്പാൻ എവിടെയാക്കി. എന്റെ വൈദ്യൻ മകൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞല്ലോ. ഞങ്ങളുടെ മൂത്ത വൈദ്യനാണവൻ. അന്ന് സാക്ഷ്യപ്പള്ളിയിൽ നിന്ന് ചെല്ലുന്നവരിക്ക് അവിടെ വരെയുള്ള വണ്ടിക്കൂലി കൊടുത്തയക്കുവാൻ ഞങ്ങളുടെ മക്കളില്ല. സാക്ഷ്യം പറഞ്ഞപ്പോൾ പിതാവെന്നുള്ള നിലയിൽ എന്റെ ഹൃദയം നിറഞ്ഞു. ദൈവം സ്ഥിതികളെ മാറ്റി. എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ ബഹുതപ്പെടുത്തുകയും ഉയർത്തുക. ഒന്നുമില്ലായി വൈകാരികം ചെയ്തിരിക്കും. വളരെ ദൂരമേ നിന്ന് ദൈവമക്കൾ കുമ്മനാട്ടം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്ന വെളിപ്പാടിലാണ് ഞാൻ കാർത്തിക പള്ളിക്ക് പോയത്. ആഴ്ചയിൽ ഒരു ജ്ഞാനം നടക്കുമായിരുന്നു. സീനിയറായ ജഗന്നാഥന്മാർ ചോദിച്ചു, ഈ കൊച്ചിനെ ധ്യാനപ്പെടുത്തുവാൻ എവിടെ നിൽക്കുവാൻ? രക്ഷയിലേക്ക് ഒരുവനെ നടത്തുവാൻ കൃപയുണ്ടെങ്കിൽ നിനക്ക് അവനെ ധ്യാനപ്പെടുത്തുവാൻ കൃപയുണ്ട്. അനേകരെ പരീക്ഷകളെ കൊണ്ട് ധ്യാനപ്പെടുത്തുവാൻ, അനേകരെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നയിക്കുവാൻ, അനേക രോഗികൾ സജ്ജമാകുന്നത് കാണുവാൻ, ഭൂതങ്ങൾ വിട്ടോടുന്നത് കാണുവാൻ, മാന്ത്രിക അകന്നു പോകുന്നത് കാണുവാൻ ദൈവത്തിൽ പിടിയിടയാക്കിയിട്ടുണ്ട്. പകരം ബഹുത്വം ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവം സ്ഥിതികളെ മാറ്റി. തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ സംഭവിക്കും. ദൈവം സ്ഥിതി മാറ്റുന്നവരാണ്. അനുഭവിക്കുന്ന ദൈവങ്ങൾ കരം ഉയർത്തിപ്പിടിച്ചാണ്. ദൈവത്തെ കുറിച്ചാണ് ഈ ഉയർത്തപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തെ ദൈവം സ്ഥിതി മാറ്റുന്നവരാണ്. എത്തുകയല്ല, പകർച്ചയല്ല, പകർപ്പല്ല, സത്യം. താവിന് വേണ്ടി എത്തുവാനുള്ളത് വെറുതെ ആയില്ല എന്ന് സന്തോഷകരമായി പറയുവാൻ കഴിയും. സമയം വളരെ തിരിച്ചത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കർത്തനാഥന്മാരെ കണ്ടപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ച് അകടിക്കലൊക്കെയായിരുന്നു. എല്ലാ മക്കൾക്കും ഒരുപോലെ വിളമ്പി കൊടുക്കുന്നത് തന്നെ ഒരു കൃപയാണ്. പഴക്കം കൂടാതെ സ്തോത്രം.
ഇരുന്നപ്പോൾ ഈ തെറ്റിനു വേണ്ടി ദൈവസഭയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു ഒരു പ്രാവ് എന്റെ മീതെ തേരിന്റെ മീതെ പറന്ന് വണ്ണം പറന്നു. ശ്രദ്ധിക്കൂ, ഞാനെന്നെ ശ്രദ്ധിച്ചപ്പോൾ ഒരു വെള്ളപ്രാവാണ് ചുറ്റും തേരയുടെ പറക്കുകയാണ്. അപ്പോൾ അതിന്റെ ചുണ്ടിൽ ഒരു പച്ച ഇലയുണ്ട്. സ്തോത്രം, സ്തോത്രം. വെളിപ്പാട് വിശ്വസിക്കുന്ന കൈ പൊട്ടിക്കാണ്ട് വെളിപ്പാട് വളരെ പ്രകാരമായിരിക്കണം. അതിൽ പറയുന്നത് വെളിപ്പാട് വചനത്തിന് ഒന്നവണ്ണമാണ് വെളിപ്പാട് നാമം പറയണം. ദൈവത്തിന് വെളിപ്പാട് സ്ഥാനമുണ്ട്. അവരുമായ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അങ്ങനെ പ്രകാരം ഇതല്ലോ നിരാശിച്ച് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഈ പ്രാവിന്റെ ചുണ്ടിൽ ഒരു പച്ചയിലയുണ്ട്. എന്റെ കർത്താവേ, ഇതെന്താ? പ്രാവ് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആരാധനയെ അംഗീകരിക്കുന്നു. ഞാൻ ആത്മാവിൽ കണ്ട കാര്യമാണ് നിങ്ങളോട് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ചുണ്ടിലൊരു പച്ചയില. എന്താണ്? നോഹയുടെ കാലത്ത് ഉണ്ടായ ജലപ്രളയത്തിൽ വെള്ളം വറ്റിയോ എന്ന് നോക്കുവാൻ പർവ്വതം മലയുടെ മുകളിൽ ഓർത്തു. വെള്ളം വറ്റിയോ എന്ന് കാണുവാൻ ഒരു കാക്കയെ വിട്ടു. കാക്ക വന്നും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ദൈവമക്കളുണ്ട്. വല്ലപ്പോഴും വരിക, വല്ലപ്പോഴും പോകുക. ക്ഷമിക്കണേ, ഞാനെങ്കിലും ഒന്ന് കണക്കില്ല, എനിക്ക് സമയമില്ല. രണ്ട് കർത്തനാഥന്മാരും വളരെ കരുതിയാണ് എനിക്ക് സമയമെത്തിയിരിക്കുന്നത്. ഞാൻ ഈ മണ്ഡലത്തിലായിരുന്നത് കൊണ്ട് സമയം വളരെ നിർബന്ധമാണ്. നിങ്ങളുടെ സഹിഷ്ണുത ഓർത്ത് നിങ്ങൾ എവിടെയൊക്കെ നിങ്ങളെ വഹിക്കുന്നു. നിങ്ങളെയൊക്കെ ഓർത്ത് വളരെ എത്ര ദൈവദാസന്മാരാണ് കളം തടങ്ങി വീടുകളൊക്കെ തേടി പോയില്ലാതെ നിങ്ങൾ വഹിക്കുകയല്ലേ. നിങ്ങൾ വളരെ സാക്ഷിക്കുന്നതാണ്. അതിനും ആദ്യം മനസ്സിലുണ്ട്. ഇപ്പോൾ കാക്ക വന്നു പോയിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഒരു പ്രാവിനെ വിട്ടു. പ്രാവ് പോയിട്ട് കാല് വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മടങ്ങി വന്നു. മടങ്ങുന്ന പ്രാവിനെ നാം കാണുമ്പോൾ അത് നോഹയുടെ കയ്യിൽ ഒതുങ്ങി കൊടുത്തു. എത്ര വലിയവരായാലും പലരത്തിന്റെ മുൻപിൽ ദൈവഭക്തന്മാരുടെ മുൻപിൽ നീ ഒതുങ്ങി കൊടുക്കണം. ആമേൻ, ആമേൻ. പട്ടണത്തിൽ വസിക്കുന്ന പ്രാവേ, പട്ടണത്തിന്റെ കമാനം കേൾക്കാതെ അതിന്റെ മുൻപിൽ നടന്നു പോകാൻ വേണ്ടി ഒതുങ്ങണം. ദിനാത്മാവിൽ ദൈവാലോചന എന്ന് പറയുന്ന ഒരു ഭാഗപ്പെട്ടവരാണ്. വളരെ സന്തോഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പ്രാവിനെ വീണ്ടും വിട്ടു. ഈ പ്രാവ് പോയി ചുറ്റിക്കറങ്ങിയിട്ട് ഒരു പച്ചയില, പച്ച ഒലിവിലയുമായി വന്നു. അതിന്റെ വെളിപ്പാട് വളരെ പ്രകാരമല്ലേ? കണ്ടിക്കാൻ പറ്റുമോ? ഈ പച്ചയില എന്താണ്? സുവിശേഷ പ്രത്യാശയുടെ നൂല്, സമാധാനത്തിന്റെ നൂല്. ഈ ലോകത്തെ ദൈവഭക്തന്മാരെ നൽകിക്കൊണ്ടിരുന്നു. ഇന്ന് രാത്രി നമ്മൾ നൽകിക്കൊണ്ടിരുന്നു. അതിനാണ് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. സന്താനങ്ങളുടെ കത്തിക്കൊണ്ടിരിക്കും. അല്പസമയപ്പെടുത്തി വെറുതെ കൊണ്ടുവന്ന് ചിന്തിച്ചു. തോമണ്ടല്ലോ അല്ലേ? അനുഗ്രഹീതമായ സന്ദേശം. ദൈവത്തിന് ചിലപ്പോൾ ഒരു ദൈവത്തിന്റെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കും. യമത്തിലേക്ക് പോയി ശിഷ്യന്മാർ വകയാണെന്ന് പറഞ്ഞത്. അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് വലുത് വരനത്തിന്റെ ക്ഷീണങ്ങളെ മാറ്റി നിന്നെ കത്തിക്കുന്നതാണ്. ദൈവത്തിന് ഹല്ലേലൂയ. അടുത്തതായി രണ്ട് വെളിപ്പാടാണ് ദൈവത്തിന്. രണ്ടാമത് സഭയെക്കുറിച്ച് വളരെ ശ്രദ്ധിച്ചില്ല. രാജീയ പണിയെക്കുറിച്ച് ദൈവാത്മാവെ അടിച്ചു. ആമോസിന്റെ പ്രവചനത്തിലേക്ക് ഒന്ന് എന്തെങ്കിലും പറഞ്ഞു പോകാൻ പിന്നെ പറയരുത്.
വാക്യം. ഒരു ആലയത്തിന്റെ പണിയുടെ മുൻപിൽ ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്ന ദൈവാത്മാവ് കാണിച്ചു. നിലവിലെ ശ്രമിക്കലേ എന്ന് പറഞ്ഞു. ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു. ഒരിക്കലും ഞാൻ എന്റെ കൈപ്പത്തി ഞാൻ കണ്ടു. തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു. എന്തിനാണ്? ട്രെയിനാണോ എത്തി എന്ന് നോക്കുവാൻ തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു. ഇനി വലിയ ഭഗവത് ഏതിന്റെ ഏഴ് വിട്ടു. കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് നോക്കിക്കട്ടെ, തൂക്കുകട്ട തൂക്കിയുണ്ടാക്കിയവൻ മതിലിന്മേൽ അവൻ നിന്നു. ഞാൻ നടുവിൽ എന്നെ കേട്ടുള്ള നിന്നെ തൂക്കിയെടുക്കുവാൻ നീ നോക്കുവാൻ തൂക്കുകട്ടയുമായി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര പേർ ശ്രമിക്കുന്നു, എത്ര പേർ ശ്രമിക്കുന്നു എന്ന് നോക്കുവാൻ തൂക്കുകട്ട നിൽക്കുന്നു. ആരംഭിച്ചിട്ട് ദൈവനെ അഭിഷേകം ചെയ്യുമ്പോൾ 9 കൃപാവരങ്ങളോടുകൂടി അനുഗ്രഹിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പ്രസാദത്തു ഇന്ന് സ്ഥലങ്ങളിൽ അവനെ സാക്ഷ്യം വഹിക്കുവാൻ ഇടയായി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുകയാണ്. തൂക്കത്തെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭിത്തി ദൈവാത്മാവ് എന്റെ മുമ്പിൽ കൊണ്ടുവന്നു. വളരെ ഭയമാണ്. ഞാൻ നിൽക്കുന്ന ദൈവസന്നിധിയിലാണ്. ദൈവസന്നിധി ഒരു വാക്ക് പറയുന്നത് വളരെ കരുതി വേണം. ആമേൻ. ദൈവം പുറമെയുള്ളതല്ല, ഹൃദയങ്ങളിലുള്ളവരാണ്. ഞാൻ പറയുന്നതും പ്രബോധനം പറയുന്നതും എന്തുകൊണ്ടൊക്കെ വളരെ കരുതി വേണം. നിന്നെ തൂക്കിവാക്കുവാൻ ധ്യാനിക്കുന്നു, തലമാടുന്നു. ഇതും പറഞ്ഞു പോകുന്നതല്ല ദൈവം സാധിക്കുകയോ. ആമേൻ, ആമേൻ. തൂക്കുകട്ട തൂക്കി വെച്ചിരുന്നു. ക്രിയാമുറകളുണ്ട്. നോക്കിയപ്പോ ഈ ഭിത്തിയുടെ കല്ലുകളിൽ ചിലത് അത് കൊതുകയില്ല, ചുടത്ത് പിടിച്ചിരുന്ന കട്ടകളില്ല, കല്ലുകളില്ല. ഒരുപോലെയാണോ പെയിന്റാണോ ഭിത്തി കെട്ടുന്നത് ശരിയായിരിക്കുന്നുവോ എന്ന് ഒത്ത തൂക്കം അല്ല ഒത്ത തൂക്കല്ല, ഒത്ത നിലകളിൽ പെയിന്റായി ലേഖനം 2:20-21. അടുത്ത കേൾക്കണമേ. അവനിൽ കെട്ടിട മുഴുവനും ഏത് കെട്ടിടം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആരെയോ ആത്മാവ് നമ്മൾ വസിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ദൈവത്തിന്റെ വകയാണ്. ഇത് ഞങ്ങളെപ്പോഴും കേൾക്കുന്ന ഈ തന്നോടുകൂടി ദൈവം ശ്രദ്ധിക്കരുത്. ഇതെന്റെ ആത്മാവോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിന്ദികളെ ചൂണ്ടിക്കാണിക്കുകയാണ്, നിന്റെ താഴ്ചകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമാൻ എഴുന്നേറ്റുകൊള്ളട്ടെ. 21 യുക്തമായി വിളവുണ്ടാകരുത്. മണലായുണ്യത്തിലാണ് ഇവിടെ സമാഗമനം കൂടാതെ നിർത്തിയിരിക്കുന്നത്. അവർ കടന്നു പോകുമ്പോൾ ഈ മണലായുണ്യത്തിൽ വെക്കുമ്പോൾ മരുഭൂമിയിലെ ചൂട് ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കാൻ പലയിടത്തിൽ കിടമുണ്ടാകരുത്. ഫലകമിടമായാൽ ഇതിന്റെ ഉള്ളിൽ കൂടി ചൂടേറിയ കാറ്റുകൾ മാത്രമല്ല ഒടിവടലുകൾ കയറി മേഘമേലിരിക്കുന്ന മലിനമാകും.
അത് മലിനമാകാതിരിക്കാൻ മലയാളം ഒന്നോടൊന്ന് ചേർന്നിരിക്കട്ടെ. അത് ശുദ്ധമായി കേൾക്കും. ഇന്ന് കാര്യത്തിനായി സന്നിഗ്രഹിക്കുന്നവരുടെ മനസ്സിന്റെ വ്യവസ്ഥയിൽ നീ ചേർന്നിരിക്കുന്നുവോ? ആത്മാവുള്ളവർക്ക് ഇതൊന്ന് മനസ്സിലാവും. ദൈവത്തിന്റെ കൂടി സംസാരിക്കുന്നവർക്ക് ഭയത്തൊരു പരിപാടിയില്ല. യുക്തമായി കേൾക്കാം. കർത്താവിൽ പലരായും മുമ്പ് ക്രിസ്തുവിൽ ഒന്നാകെ ചേർന്നിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ വെച്ചുപോയി അതിന്റെ പണിക്കാർ തൂക്കി കണ്ടുപിടിക്കാം. ഇതിലെ പരിഷ്കാരാവിന് മുന്നിൽ കൊണ്ടുവന്നത് ചില കാര്യങ്ങൾ പൊന്തി നിൽക്കുന്നു. നിന്റെ വിശ്വാസത്തിന്റെ സ്ഥിതി അറിയില്ല. ആത്മാവിനെ നിവേദിക്കുന്നു. ചില കന്യകൾ ഹിന്ദിലേറ്റത് പൊന്തി നിൽക്കുന്നത് പാടില്ല. കേൾക്കുന്നില്ല. കന്യകൾ അകലപ്പെട്ടിരിക്കുന്നു. പൊട്ടലുണ്ടായിരിക്കുന്നു. എന്നിട്ട് പൊന്തി നിൽക്കുന്നു പുഴകളോടുകൂടെ. പ്രവർത്തനായി ശുദ്ധിയുണ്ട്. വളരെ ശുദ്ധിയാണ്. ദൈവദാസന്മാർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഭരിക്കുമ്പോൾ ഈ പൊതുജനത്തിലെ തന്നെയാണ് ക്രിസ്തുവിനെ ഭയത്തിൽ വധിക്കുക. ഇവിടെ ഞാൻ 8:31 കേട്ടോ. വേഗം വേഗം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ഇതെന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാകും. വാസ്തവമായി നിങ്ങളുടെ ശിഷ്യന്മാരാകും. കാലാകാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട ദൈവമല്ലേ വചനപ്രകാരം കർത്താവിനെ ആരാധിക്കുവാനാണ് ഈ ആരാധന കോളിലേക്ക് നാം കടന്നു വന്നത്. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതം, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ കൊടുക്കൽവാങ്ങൽ വചന വളർച്ചയില്ല. എങ്ങനെ പറയുന്നത് ദൈവത്തിന്റെ മുന്നിൽ എന്നെ അറിയുന്ന കർത്താവിന്റെ മുന്നിൽ പറയട്ടെ. നമ്മുടെ പ്രേക്ഷികൾ പരിശോധിച്ചാൽ ദൈവഹിതപ്രകാരം അല്ലാത്തത് വന്നതുകൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ മൗനതയുണ്ടായി. ഇവിടെയോ മൗനതയ്ക്ക് കുഴപ്പമില്ല. അന്നത്താൽ ശോധന ചെയ്യുക. മുമ്പിൽ വരുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം അടുത്തിരിക്കുന്ന അവരനെയാണ് നീ നോക്കേണ്ടത്. നിന്നെ തന്നെ ശോധന ചെയ്യുക. അറിയുന്ന മുൻപിൽ അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിൽ ശോധന ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ കൊതിക്കുന്നു. നിങ്ങളേതിന് വീടിരിക്കുന്നതോ മാനസാന്തരപ്പെടണം. ദൈവത്തിന് മാനസാന്തരപ്പെടണോ ഉണ്ടോ? ഇതോ മനസ്സാന്തരപ്പെട്ട് വീരത്തിൽ ആദ്യം പ്രവർത്തിക്കുകയും ഉടരുക. കേൾക്കുന്നവരെ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവം ഇന്ന് രാത്രികാലം നമ്മുടെ മതിന്മേൽ ചേർത്ത് പുത്രന്മാരും പ്രവാചകന്മാരുടെ അടിസ്ഥാനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി ചേർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ അവൻ ഈ പൊന്തിലെത്തുന്ന ഒരു കല്ലാകരുത്. സമൂഹത്തിന്റെ വളർച്ച പറയുമ്പോൾ ആ കല്ലിന്റെ മേൽ ദൈവത്തെ അകത്തില്ല. കാര്യത്തിലപ്പോ വലതുകന്റെ കുളത്തിലേക്ക് ഓടി വന്നു.
അവർത്തന പുസ്തകം 28:47 വാക്യം നോക്കിക്കാൻ പെട്ടെന്നില്ല. എല്ലാവരും ശ്രദ്ധിക്കണത്. സകല വസ്തുക്കളെ സമർപ്പിക്കുകയുമായും നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടു കൂടെ ആരാധിക്കാനുണ്ട്. കനം കൊണ്ടത് ശരിയാണ്. ഹൃദയ സന്തോഷത്തോടാണെങ്കിൽ അംഗീകാരം അടുത്തുള്ളവർ നിനക്ക് ദോഷം ചെയ്തെന്നുള്ള മതി പഠിച്ചിട്ട് അടുത്തുള്ളവർ ചെയ്യുന്ന ബാധ എന്താ? യഹോവയയക്കുന്ന ബാധ, ദൈവമയക്കുന്ന ശത്രു. ഉന്മേഷത്തോടെ ഹൃദയപരമാർത്ഥത്തോടെ കൂടെ കർത്താവിനെ ആരാധിക്കില്ല എങ്കിൽ നമ്മെ ആരാധിക്കുന്നവരാണ്. നിങ്ങളെ ഓർമ്മ വീട് ദൈവത്തെ സ്തുതിക്കുന്നു. ഏതെങ്കിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മുടെ ദൂതനെ നാട്ടിക ദൂതയായിരിക്കും. എങ്കിലും കരങ്ങളുടെ ദൈവത്തിന്റെ മഹാകരണ കൊണ്ട് സംഹാരം നടക്കാതെ ദൈവം നമ്മെ വിടുവിക്കുന്നു. നല്ല ദൈവത്തെ ഓർത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. ഉന്മേഷത്തോടെ ദൈവത്തെ ആരാധിക്കാം. വളരെ സത്യമാണെന്ന് പറയാം. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ചേർത്തുപണിയുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ചെയ്യുന്ന പണിക്കാരിൽ നിന്ന് തന്റെ കയ്യിൽ മഴവുണ്ട്. ഇതിന് മാത്രമല്ല എന്തുകൊണ്ട് നാട്ടിലെ കാര്യം ഞാൻ പറയാം. മഴുവുണ്ട് തുണിനിട്ട് ചെയ്യും. ഇവിടെ ചെയ്യണം. വെറ്റുകുലിൽ വെച്ച് തന്നെ ഇല്ല. ഓരോ നിന്റെ കല്ലില വേണം മലഞ്ചേർന്നില്ല. അവിടെ കുറവ് നിൽക്കാതെ ഇതിന്റെ മേലെ കുറവ് നിൽക്കുന്ന നല്ല ബുദ്ധി ദൈവത്തിന്റെ സ്നേഹവും ഗന്ധയും വെളിപ്പെടുന്നു. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിത പ്രകാരമല്ലാത്ത പൊന്നു നിൽക്കുന്നത് അതിനെ വിരുദ്ധമായി വിശ്വസിക്കുകയാണ്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെറ്റിപ്പാർത്തി എന്നിൽ കായ്ക്കാത്തൊക്കെ നീക്കിക്കളയുന്ന കായ്ക്കുന്നു. അധികം പല കായ്ക്കുവാൻ തെറ്റി പഠിപ്പാൻ നമ്മുടെ പ്രകൃതിയായിരുന്നത് നമ്മുടെ മധ്യമുണ്ട്. അവന്റെ കഥകളിൽ ഇണങ്ങിയവരായി ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവേ, നിന്റെ ഹിതപ്രകാരം എന്നെ പണിയണമേ, നിന്റെ തൂക്കുകളെ പിടിക്കണമേ. അതിന്റെ സ്വയം പരിശോധിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് മുമ്പോട്ട് പോകുവാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. താഴെ സ്നേഹിക്കുന്നവരെ ഇല്ലാതെ ഗുണവാക്യം എന്റെ താഴെ ദൈവം ഒന്നുമില്ലാതെ